ഒരു ദിവസം മായാവി രാജുവിന്റെയും രാധയുടെയും വീട്ടിലെത്തി ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുന്നു. അത് രാധയുടെ ബർത്ത്ഡേ ആണ്. രാജുവും രാധയും ഉണർന്നപ്പോൾ മേശപ്പുറത്ത് ഒരു സമ്മാന പൊതി ഇരിക്കുന്നത് കണ്ടു. ഹായ്, മായാവിയുടെ സമ്മാനം. ആ സമയം മായാവി അവിടെ എത്തി. അതെ, രാധയുടെ പിറന്നാളല്ലേ, തുറന്നു നോക്കൂ. ഒരു പറക്കും പ്ലെയിൻ. അതെ, റിമോട്ടിൽ പറക്കുന്നത്. രാജുവും രാധയും മായാവിയും കൂടി പ്ലെയിൻ പറപ്പിക്കാൻ പുറത്തേക്ക് പോയി. തേ പോണു വിമാനം. അയ്യാ, നല്ല രസമുണ്ട്. രാജുവും രാധയും വിമാനം പറത്തുന്നത് വിക്രമനും മുത്തുവും കാണുന്നുണ്ടായിരുന്നു. ഇതെന്താ സാധനം? തകർക്ക് വിക്രമ, അങ്ങോട്ട്. ദാ പിടിച്ചോ. അല്ല പിന്നെ. അയ്യോ, ആരാ അത്? വിക്രമനും മുത്തുവാ. അവരെ ഒന്ന് പറ്റിക്കണം, ഒരു സൂത്രമുണ്ട്. ഇതാ പിള്ളേരുടെയാ, അവന്മാർ അപ്പുറത്തുണ്ട്. അപ്പം ഏതോ മാന്ത്രിക സാധനമാ മായാവി കൊടുത്തത്. വിക്രമനും മുത്തുവും പിള്ളേരുടെ അടുത്തെത്തി. ആ കുന്ത്രാണ്ടെങ്കിൽ താടാ. അയ്യോ, സത്യം പറ, എന്താടാ ഇത്? മാന്ത്രിക റിമോട്ടാ, പറപ്പിക്കും റിമോട്ട്. ഓഹോ, എന്തൊക്കെ പറപ്പിക്കാം. ഒരു ഗുണനം വരച്ചാൽ അതെല്ലാം പറപ്പിക്കും. ആഹാ, എങ്കിൽ ഈ കല്ലിൽ വരയ്ക്കട്ടെ ഞാൻ. നേരാണല്ലോ, കല്ലിതാ പറക്കുന്നു. അമ്പടാ, ഇത് കൊള്ളാമല്ലോ. മായാവിയാണ് കല്ല് പറപ്പിക്കുന്നതെന്ന് വിക്രമനും മുത്തുവിനും മനസ്സിലായില്ല. അപ്പോൾ ഇനി കൊള്ള, ഇത് കൊണ്ട് തന്നെ. എന്താ? ഓക്കെ, ഞാൻ പറന്ന് കൊള്ളയടിക്കും. അങ്ങനെ വിക്രമൻ കൊള്ളയടിക്കാനായി ഒരു ജ്വല്ലറിയിൽ കയറി. ഹാൻഡ്സ് അപ്പ്. ചാക്കിലാക്കി. ഇനി സ്ഥലം വിടാം. ഇനി പറന്നങ്ങ് പൊങ്ങ. ഇങ്ങോട്ടാ ഞാൻ പോകുന്നത്. വിക്രമൻ വന്ന് കീഴടങ്ങുന്നു. അത് കൊള്ളാലോ, കൊള്ളമുരാണല്ലേടാ. അയ്യോ അയ്യോ, എന്നെ വെറുതെ പറഞ്ഞേ, ഇനി ഇടിക്കല്ലേ. അങ്ങനെ പവനായി ശവമായി. വിക്രമൻ അകത്തായി. മായാവിയുടെ തന്ത്രം വിജയിച്ചു.